വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവിലേക്ക്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെ കുരുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്ന കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നു ദേവസ്വം വിജിലൻസ്. അന്വേഷണം നടക്കുന്നതിനിടയിൽ പീഠം സ്ട്രോങ് റൂമിൽ എത്തിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടന്നത് പോറ്റിയുടെ ഈ നീക്കത്തിന് തിരിച്ചടിയായി എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പീഠം സ്ട്രോങ് റൂമിൽ തിരിച്ച് എത്തിച്ച് ബോർഡിനെ പ്രതിയാക്കാനായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കം. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, ഏതു തരത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം തിരികെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്? എന്തൊക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം വിജിലൻസിന്റെ ഈ കണ്ടെത്തൽ? രതീഷ്, ശബരിമലയിലെ ഈ വർഷങ്ങൾ നീണ്ട കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാൻ ഹേതുവായത് ഈ പീഠമാണ് എന്ന് പറയാം. കാരണം ഈ പീഠം കാണാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കള്ളം പറഞ്ഞപ്പോഴാണ് പീഠം അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയും പീഠം ഒടുവിൽ അയാളുടെ സഹോദരന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തത്. അപ്പോൾ പീഠം ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഇത് കാണാനില്ല എന്ന് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ പീഠം വെച്ചുകൊണ്ട് ഒരു ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുരുക്കിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന് മനസ്സിലായത്. കാരണം ഈ പീഠം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസിന് അന്വേഷണ ചുമതല ഹൈക്കോടതി നൽകി. ദേവസ്വം വിജിലൻസ് ഈ പീഠം തേടി നടക്കുന്ന സമയത്ത് ഇത് ശബരിമല സ്ട്രോങ് റൂം, അതായത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ അതീവ രഹസ്യമായി എത്തിക്കാനുള്ളൊരു നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരുന്നു എന്നുള്ള വിവരമാണ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശം ഇത് ഈ പീഠം അന്വേഷിച്ച് നടക്കുമ്പോൾ ഇത് പീഠം എവിടെയാണ് എന്ന് ദേവസ്വം ബോർഡിന് അറിയില്ല എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. അതിനുശേഷം ഈ പീഠം അന്വേഷിച്ച് ദേവസ്വം വിജിലൻസ് നടക്കുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും സ്ട്രോങ് റൂമിൽ എത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഇയാളൊരു ഊമക്കത്ത് അയക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. അങ്ങനെ ഈ സ്ട്രോങ് റൂമിലുണ്ട് എന്നുള്ളൊരു ഊമക്കത്ത് വന്നു കഴിയുമ്പോൾ പരിശോധിക്കുമ്പോൾ ആ സ്ട്രോങ് റൂമിൽ നിന്ന് ഈ പീഠം കഴിഞ്ഞാൽ പൂർണ്ണമായും ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്താകും. അത് ഉദ്യോഗസ്ഥർ പിന്നീട് കൊണ്ടുവച്ചതാണെന്നൊക്കെ വരുത്തി തീർക്കാൻ പറ്റും. അങ്ങനെ ദേവസ്വം ബോർഡിനെ ഒരു മോഷ്ടാവെന്ന നിലയിൽ ചിത്രീകരിക്കാൻ കഴിയും എന്ന നിലയ്ക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ആലോചിച്ചത്. പക്ഷേ ആ സമയത്ത് അയ്യപ്പ സംഗമമൊക്കെ നടന്നതുകൊണ്ട് ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനൊന്നും അയാൾക്ക് കഴിയാതെ പോയി. അങ്ങനെ വന്നതുകൊണ്ടാണ് അത്തരമൊരു ആസൂത്രണം നടക്കാതെ പോയത്. പക്ഷേ പീഠം കാണാനില്ല എന്നുള്ള വാദം ഇയാൾ ഉന്നയിച്ചത് ഇത്തരമൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കൃത്യമായ ആസൂത്രണമുള്ള ഒരു കുറ്റകൃത്യം ചെയ്തിരിക്കുന്നതെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ നിഗമനം. അപ്പോൾ അവർ അതനുസരിച്ചുള്ള റിപ്പോർട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പറ്റി ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. ഈ പീഠം എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്ന കാര്യത്തിലൊക്കെ കുറെ കൂടി വ്യക്തത അന്വേഷണത്തിന്റെ ഭാഗമായി ദേവസ്വം വിജിലൻസിന് ഉണ്ടായിട്ടുണ്ടോ? ഈ പീഠം വളരെ അപ്രതീക്ഷിതമായി വന്നതാണ്. പീഠത്തെപ്പറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഹൈക്കോടതിയുടെ മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പറയുന്നത്. അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളിയുമായി ബന്ധപ്പെട്ട് ഈ സെപ്റ്റംബറിൽ ഹൈക്കോടതി സംശയം ഉന്നയിച്ചപ്പോൾ, അതിൻ്റെ തൂക്കത്തിൽ സംശയം ഉന്നയിച്ചപ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഇതിനൊപ്പം ഞാൻ 2 പീഠങ്ങളും കൂടി ഉണ്ടാക്കി കൊടുത്തിരുന്നു, അന്നത് അളവ് ശരിയാകാത്തത് കൊണ്ട് അത് മാറ്റി ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുണ്ടെന്നാണ് അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. അപ്പോഴൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു സാത്വിക പരിവേഷവും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയ്ക്ക് വേണ്ടി സദാ സേവന സന്നദ്ധനായി നിൽക്കുന്ന ഒരാളെന്നുള്ള ഇമേജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ ഇയാളെക്കുറിച്ച് പറയുന്നത്. ഈ പീഠം കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെ ഇതുമായി ബന്ധപ്പെട്ട മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചു. ആ ഫസ്റ്റ് മൊഴിയെടുക്കുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഏതാണ്ട് ഇയാളുടെ കള്ളലക്ഷണങ്ങളൊക്കെ പിടികിട്ടി. ഇയാളുടെ പക്കൽ തന്നെ ഈ പീഠം ഉണ്ട് എന്നുള്ള ഏതാണ്ട് സൂചനകൾ ലഭിച്ചു. ഉടൻ തന്നെ ദേവസ്വം വിജിലൻസ് ബാംഗ്ലൂരുവിലും ഇയാളുടെ തിരുവനന്തപുരത്തെ വീട്ടിലുമൊക്കെ സൈമൾട്ടേനിയസ്ലി ഒരു റെയ്ഡൊക്കെ നടത്തുകയായിരുന്നു. തുടർന്നാണ് ഇത് സഹോദരന്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം അവർക്ക് ലഭിക്കുന്നത്. പീഠം കൊണ്ട് എന്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പോഴുള്ള നിഗമനമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്താക്കാൻ വേണ്ടി നടത്തിയ ഒരു ആസൂത്രിത നീക്കമായിരുന്നു പീഠം സംബന്ധിച്ച്. പക്ഷേ ഈ പീഠം കൊണ്ട് ഇയാൾ ചില സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയതായി ദേവസ്വം ബോർഡ് വിജിലൻസിന് വ്യക്തമായിട്ടുണ്ട്. ഇത് വെച്ച് ചില പൂജകളൊക്കെ കോട്ടയത്തും ഒക്കെ സംഘടിപ്പിച്ചതായി ദേവസ്വം വിജിലൻസിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളും ദേവസ്വം വിജിലൻസ് പൂർത്തിയാക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഈ പീഠവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപീഠം കാണാതായ സംഭവത്തിൽ ദേവസ്വം ബോർഡിനെ കുരുക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചുവെന്ന വളരെ പ്രധാനപ്പെട്ട പുതിയ വിവരമാണ് ആർ അനന്തകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്വേഷണം നടക്കുന്നതിനിടയിൽ പീഠം സ്ട്രോങ് റൂമിൽ എത്തിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു. എന്നാൽ ആഗോള അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടക്കുന്നതിനാൽ ആ നീക്കം നടപ്പാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞില്ല എന്ന റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്.